നെവിന് സെക്കൻഡ് ഒരു ചാൻസ് കൊടുത്തു. മാക്സിമം നെവിൻ അതിനകത്ത് സ്കോർ ചെയ്യുകയും ചെയ്തു. വീണ്ടും എന്തിനാണ് ഈ വീട്ടുകാർക്ക് കിട്ടിയ കാശെല്ലാം കൂടെ വാരിപ്പറക്കി സ്പ്ലിറ്റ് ചെയ്തത്? എനിക്കത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഭ്രാന്തെടുക്കുകയാണ് ചെയ്തത്. ശരിക്കും വീട്ടുകാർക്ക് കിട്ടിയത് നെവിന് പോയി ഇന്ന് ഇറക്കേണ്ട അവസ്ഥ. അതിന്റെ ഒരു ആവശ്യവുമില്ല. അത് ലാലേട്ടൻ പറഞ്ഞതിന്റെ പ്രസക്തി എനിക്ക് മനസ്സിലായില്ല. നെവിന് ഒരു ടാസ്കിലും പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ശിക്ഷ കൊടുത്തത് വീട്ടുകാരും നിങ്ങളാണ് ശിക്ഷ കൊടുത്തത്. നിങ്ങൾ ഈ ശിക്ഷ കൊടുത്തിട്ട് പൈസ വീട്ടുകാരുടെ ഫ്രണ്ടിൽ പോയി കിടന്ന് ഇറക്കുന്നു. അവിടെ 50,000 രൂപ കൊടുത്തത് നൂറയ്ക്ക് 5 ലക്ഷം വോട്ടുകൾ മറിയാനുള്ള ലെവലിലാണ്. കാരണം 50,000 രൂപയാണ് നൂറ ഇഷ്ടദാനമായിട്ട് കൊടുത്തത്. അക്ബർ 40,000 കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിൽ 15,000 നെവിന്റെ എമൗണ്ട് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ നെവിൻ കളിച്ച് 50,000 നേടിയല്ലോ. നെവിൻ ഒരു ശിക്ഷ കൊടുത്തു, ബാക്കിയുള്ളവർ സ്കോർ ചെയ്യുന്ന പോലെ സ്കോർ ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷ മാറ്റിക്കൊടുത്തു. 50,000 നെവിന് കിട്ടി. പോരായിരുന്നോ? ഇതെന്ത് ഓരോരുത്തരും കൊടുത്തേ പറ്റൂ എന്നുള്ള ലെവലില് ഇപ്പൊ നെവിനായി ഏറ്റവും കൂടുതൽ പൈസ ഉള്ള നൂറയുടെ തൊട്ട് താഴെ. സത്യം മക്കളെ, എനിക്കിത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെ ചെയ്തു വെച്ചത്? അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഭയങ്കര ആ ഒരു കേസിൽ ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്. പിന്നെ മിഡ് വീക്ക് എവിക്ഷൻ വരുന്നുണ്ട് എന്ന് ലാലേട്ടൻ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കണ്ടസ്റ്റൻസ് ഒക്കെ ഇന്ന് മുതൽ കയറുന്നുണ്ടാവും. നാളെ മുതൽ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. കാരണം ലാസ്റ്റ് വീക്കാണ്, കണ്ടസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട്. ഇന്നത്തെ വീക്കെൻഡ് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ വീക്കെൻഡ് ആണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് സീസൺ 4 ഒരു അവസാനത്തെ വീക്കെൻഡ് വന്നിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിപ്രിയയും റിയാസും ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞൊതുക്കുന്നത്. ഇവിടെ പറഞ്ഞൊതുക്കാനൊന്നുമില്ലായിരുന്നു. സ്നേഹവും ലവും ഹാർട്ടും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു വളരെ നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവരുടെ പല പല ക്വാളിറ്റീസ്, ഇവരുടെ ഗെയിമർ എത്രത്തോളം ഉണ്ട്, എത്ര %, എന്റർടൈനിങ്, അതുപോലെ തന്നെ സഹാനുഭൂതി, വിശ്വസ്തത, സത്യസന്ധത, സ്വന്തം നിലപാടിലുള്ള സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആ ഒരു സംഭവം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് അവിടെ ഒരു ചാർട്ട് പോലെ അറേഞ്ച് ചെയ്തിരുന്നു. അത് വളരെ നല്ലൊരു ടാസ്ക് ആണ്. അത് കുറച്ചുകൂടി മുന്നേ തന്നെ ഈ സാധനം കൊടുക്കണമായിരുന്നു. ഇനിയിപ്പോൾ ഒരാഴ്ച മാത്രമാണ് വോട്ട് ചെയ്യാനായിട്ട് ബാക്കിയുള്ളത്. ഇപ്പൊ അത് കൊടുത്തിട്ട് കാര്യമില്ല. ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഡിസപ്പോയിൻമെന്റ് വന്ന സാധനം നെവിന്റെ ക്യാഷിന്റെ കാര്യമാണ്. നെവിന് പൈസ കിട്ടിയതിൽ സന്തോഷമേ ഉള്ളൂ, സങ്കടം ഒന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ നെവിൻ അവിടെ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. നെവിന് പറ്റുന്ന പോലെ തന്നെ പണമെല്ലാം എടുക്കുന്നുണ്ട്. വീട്ടുകാരുടെ മുന്നിൽ പോയി ഇരക്കേണ്ട അവസ്ഥ, എനിക്ക് എത്ര തരും എന്ന് പറഞ്ഞ് ചോദിക്കേണ്ട യാതൊരു രീതിയിലുള്ള ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. 50,000 കൊടുത്ത നൂറയുടെ വലിയ മനസ്സെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിനകത്ത് ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മനുഷ്യനല്ലാതായി മാറിപ്പോവും. ശരിക്കും നമ്മുടെ സീസൺ 7 അവസാനത്തെ വീക്കെൻഡ് കഴിഞ്ഞു. ഇനി വരുന്നത് ലാലേട്ടൻ ഫിനാലയിൽ ഇവരുടെ ആരുടെയെങ്കിലും കൈ പിടിച്ച് ഉയർത്താനായിട്ടായിരിക്കും. അനുമോളോ അനീഷോ 2 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം. അനുമോൾ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് നെവിന്റെ വിഷയം തന്നെയാണ് ഹൈലൈറ്റ്, വേറെ ഒരു കാര്യവുമില്ല. പക്ഷെ നെവിൻ ഇന്ന് നല്ല രീതിയിലൊരു ബൂസ്റ്റിംഗ് സൺഡേ എപ്പിസോഡിനകത്ത് കിട്ടിയിട്ടുണ്ട്. അത് വീട്ടുകാരെ കൊടുത്ത ബൂസ്റ്റിംഗ് ആണ്, മേക്കേഴ്സിനെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അനാവശ്യമായിട്ട് അവരെ കയറി നമുക്ക് ചൊറിയാനൊന്നും പറ്റത്തില്ല. സാബുമാന്റെ എവിക്ഷൻ അത് ഇന്നത്തെ എപ്പിസോഡിനകത്തെ ഒരു സംഭവമാണ്. ശരിക്കും സാബുമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ ജെനുവിനായിട്ട്, വളരെ കൈൻഡ് ആയിട്ടുള്ള സഹാനുഭൂതിയും സ്നേഹവും നിഷ്കളങ്കതയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരാളാണ് തന്നെ. അതെല്ലാം ശരി തന്നെ. പക്ഷേ സാബുമാൻ എന്ന് പറയുന്ന ഒരാൾ ബിഗ് ബോസിന് ആപ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല. ബിഗ് ബോസിലേക്ക് ആപ്റ്റായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെപ്പോഴും സാബുമാനെ ഒത്തിരി നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. ആസ് എ വ്യക്തി എന്നുള്ള നിലയിൽ സാബുമാനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ ഈ ലോകത്ത് വളരെ കുറവാണ്. പക്ഷേ നമ്മൾ ബിഗ് ബോസ് ആണ് കാണുന്നത്. ഈ ബിഗ് ബോസിനകത്ത് സാബുമാനെ പോലൊരു വ്യക്തിയുടെ ആവശ്യം അവിടെ ഇല്ല. ഇന്ന് കാണിച്ച ആ ജേണി വീഡിയോക്കകത്ത് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ആ ജേണി വീഡിയോക്കകത്ത് ഉള്ളത് എന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. സാബുമാനെ കുറച്ച് ടാസ്കുകളും ഉണ്ട്, അതുപോലെ തന്നെ കുറേ ചിരി മൊമെന്റും ഉണ്ട്. വേറെ ഒന്നുമില്ല. സാബുമാന്റെ ഓരോ സാധനം ഒരെണ്ണം പോലും വിടാതെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. സാധാരണ 80-90 ദിവസം ആവുന്ന ഒരാളുടെ ജേണി വീഡിയോ ഇരിക്കുന്ന ലെവലിലാണോ നിങ്ങൾ കണ്ടത്? നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയും. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു ആരൻ്റെ ജേണി ഇങ്ങനെയാണോ ഇരുന്നത്? 80ാമത്തെ ദിവസം ഔട്ടായ ആരൻ്റെ ജേണി, അതിന് മുന്നേ ഔട്ടായ ജിസേലിന്റെ ജേണി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയാണോ ഇരുന്നത്? ഒരു 30-40 ഒരു 35 ദിവസം കഴിഞ്ഞാൽ എല്ലാവരുടെയും ജേണി അടിപൊളിയായിട്ട് നല്ലതായിട്ട് വരും. അത് കാണാൻ തന്നെ. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഈ ജേണി കണ്ടിട്ടും സാബുമാന്റെ കുറെ ചിരിയും ഉണ്ട്, വേറെ ഒന്നും അതിനകത്ത് ഇല്ല. എവിക്ഷൻ മെത്തേഡ് ഹിന്ദിയിലെ പോലത്തെ ഒരു മെത്തേഡ് തന്നെയാണ് വെച്ചത്. സാബുമാന്റെ എവിക്ഷൻ ശരിക്കും ഫെയർ തന്നെയാണ്. ഇനി മിഡ് വീക്ക് എവിക്ഷനിൽ ആര് തെറിക്കും എന്നുള്ള ചോദ്യമാണുള്ളത്. കാരണം മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ട്.
പക്ഷേ ഇപ്പോഴും വീടിനകത്ത് 7 പേരുണ്ട്. അപ്പോൾ 2 പേര് മിഡ് വീക്ക് എവിക്ഷനിൽ പോകുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഇല്ലെങ്കിൽ പഴയതുപോലെ ആദിലെ നൂറെ ഒന്നാക്കേണ്ടി വരും. അതിനും എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം പ്രധാനമായിട്ടും നടന്നത്? ബിഗ് ബോസ് സീസൺ 7ന്റെ ഡേ 91 നവംബർ 2-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവില്ലേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെവിന് തുടക്കത്തിൽ തന്നെ വന്ന് കാറിൻ്റെ ടാസ്ക് കൊടുക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് നിബന്ധനകളിൽ മാറ്റമൊന്നുമില്ല. 1 ലക്ഷം രൂപ ടോട്ടൽ ഉണ്ട്. 10,000-ന്റെ 10 കെട്ടുകളായിട്ടാണുള്ളത്. നെവിൻ പോകുന്നു, കളക്ട് ചെയ്യുന്നു. 5 ബണ്ടിൽസ് നെവിൻ കളക്ട് ചെയ്യുന്നുണ്ട്. മീൻസ് 50,000. 3 സെക്കൻഡ് ബാക്കി നിൽക്കുക നെവിൻ വീടിനകത്തേക്ക് കയറി. വീട്ടിൽ നിന്നുമുള്ള അനൗൺസ്മെന്റ് പുറത്ത് കേൾക്കാമായിരുന്നു, ടേൺ 9 എന്നുള്ള അനൗൺസ്മെന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെവിന് തിരിച്ചെത്താനായിട്ട് പറ്റിയെന്ന് ആ അനൗൺസ്മെന്റ് കേൾക്കുന്നവരേക്കും നെവിൻ അവിടെ നിന്നു. 10 സെക്കൻഡ് വരേക്ക് നിന്നു. ആ അനൗൺസ്മെന്റ് 9, 8 എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോഴാണ് നെവിൻ തിരിച്ചു വന്നത്. പക്ഷെ അതിനുശേഷം ഈ പറയുന്ന പോലെ വീട്ടുകാർ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നെവിന് കാശ് കൊടുക്കാം, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം എന്നുള്ള ലെവലിൽ എന്താ പറയുക ലാലേട്ടൻ സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അനീഷ് കൊടുത്തു 6,000 രൂപ. അനീഷിൻ്റെ കയ്യിൽ ടോട്ടൽ ഉണ്ടായിരുന്നത് 14,110 രൂപയാണ്. അതിൽ 6,000 രൂപ നെവിന് കൊടുത്തു. ഷാനവാസിൻ്റെ കയ്യിൽ ടോട്ടൽ ഉണ്ടായിരുന്നത് ഒരു 13,780 രൂപയാണ്. അതിൽ നിന്ന് ഷാനവാസ് 4,500 രൂപ നെവിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അടുത്ത് നൂറയുടെ കയ്യിലുണ്ടായിരുന്ന 50,000 രൂപയാണ്. നൂറ് 50,000 രൂപ കൊടുത്തു. നൂറയുടെ കയ്യിൽ 3,55,830 രൂപ ഉണ്ടായിരുന്നെന്ന് എത്ര നിനക്ക് വേണം ഇങ്ങനെ കാണിച്ചു. 50,000 50,000 തരാന്ന് പറഞ്ഞ് നൂറ കൊടുത്തത് വലിയ മനസ്സാണ്. അടുത്ത് അനുമോള് കൊടുക്കുന്നുണ്ട്. അനുമോളുടെ കയ്യിൽ ടോട്ടൽ 1,46,340 രൂപയെന്ന് 10,000 രൂപ കൊടുക്കുന്നുണ്ട്. അക്ബർ ഓൾറെഡി അക്ബറിൻ്റെ കയ്യിൽ 15,000 രൂപ നെവിൻ കൊടുത്ത് ചെക്കും അതിൻ്റെ കൂട്ടത്തിൽ 25,000 കൂടെ ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 30,000 കൂടെ ചേർത്ത് 40,000 രൂപയിൽ കുറയാതെ കൊടുക്കാമെന്ന് അക്ബറും പറയുന്നുണ്ട്. അടുത്ത് സാബുമേൻ്റെ കയ്യിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ല, 11,830 രൂപയാണ്. അപ്പം നെവിനും വേണമെങ്കിൽ കൊടുക്കാം എന്ന് പറയുന്നു. അവിടെ നെവിൻ എന്ത് ചെയ്യുന്നു, സാബുമേനയ്ക്ക് ഒരു 15,000 ഇത്രയും നെവിൻ്റെ കയ്യിൽ കിട്ടിയെന്ന് 15,000 അങ്ങ് സാബുമേന കൊടുക്കുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ എന്ത് ആവശ്യമാണ് അവിടെ ഉണ്ടായിരുന്നത്? അവർ ഓരോരുത്തർക്കും വേണ്ടി നിങ്ങൾ കളിച്ച് നേടാൻ വേണ്ടിയിട്ടാണ് അവിടെ ടാസ്കുകൾ കൊടുത്തത്. ഓരോരുത്തരുടെയും എത്ര രൂപയാണ് ഇപ്പോൾ അവിടെ നഷ്ടമായിരിക്കുന്നത്. നെവിൻ ചെയ്തതിന് നിങ്ങൾ കൊടുത്ത ശിക്ഷ അത് കൂടുതലാണ്, അത് കൂടിപ്പോയി, ശരിയാണ്. പക്ഷെ അതിന് നിങ്ങൾ പരിഹാരം കാണേണ്ടത് എങ്ങനെയാണ്? നെവിൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പരിഹാരം കാണാമായിരുന്നു. ഈ പറയുന്ന കാറിനകത്ത് ഒരു 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പരിഹാരം സുഖമായിട്ട് കാണാമായിരുന്നു. പക്ഷേ അങ്ങനെ പരിഹാരം കാണാതെ നിങ്ങൾ പരിഹാരം കണ്ട രീതി എന്ന് പറയുന്നത് ബാക്കിയുള്ള അതിൽ നിന്നും കുറച്ച് കിട്ടട്ടെ, ബാക്കിയുള്ള വീട്ടുകാരിൽ നിന്നും കുറച്ച് കിട്ടട്ടെ എന്നുള്ള ലെവലിലാണ്. ടോട്ടൽ നമുക്കറിയാം വിന്നിങ് എമൗണ്ട് 43,05,210 രൂപയാണ്. അതിൽ നിന്ന് ഇന്നിപ്പോൾ 50,000 രൂപയും കൂടി കുറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബാക്കി ഇനി ഉള്ള പൈസ എന്ന് പറയുന്നത് ഏതാണ്ട് 43 ലക്ഷം അല്ല 42 ലക്ഷം സംതിങ് ആണ് ഇനി ബാക്കിയുള്ള പൈസ. ആ 50,000 രൂപ അതിൽ നിന്നിപ്പോൾ നെവിൻ പോയി എടുത്തു. ആ 50,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. നെവിൻ്റെ എമൗണ്ട് കൂടുതലാണ്. കാരണം നെവിന് ഈ പറഞ്ഞ കണക്ക് അക്ബർ കൊടുത്തു 40,000, അനു 10,000 കൊടുത്തു, നൂറ 50,000 കൊടുത്തു, അനീഷ് 6,000 കൊടുത്തു, ഷാനവാസ് 4,500 കൊടുത്തു. ഇത് കൂടാതെ നെവിൻ്റെ കയ്യിലുള്ള ഒരു 50,000 ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിൽ നിന്നൊരു 15,000 സാബുവിന് കൊടുത്തിട്ട് ബാക്കി നെവിൻ്റെ കയ്യിൽ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1,45,500 രൂപയുണ്ട്. ഈ വീട്ടുകാരെല്ലാവരും കൂടെ കൊടുത്തത്. അപ്പോൾ എനിക്കത് ഒട്ടുമേ യോജിച്ചില്ല. അതിപ്പോൾ നെവിന് കൊടുത്ത മാത്രമല്ല എല്ലാവരുടെയും പിടിച്ചു വാങ്ങിച്ച് കൊടുക്കുകയും അങ്ങോട്ട് കൊടുക്കുകയും, ഇത് പിന്നെ എന്ത് സ്പിരിറ്റാണ് ഇതിനകത്തുള്ളത്? എനിക്ക് ഒട്ടുമേ ഇഷ്ടപ്പെട്ടു. ഇമാതിരി ചെറ്റത്തരം കാണിച്ച ഒരു ബിഗ് ബോസിൻ്റെ സീസണിൽ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. സത്യമായിട്ട് അവിടെ കളിച്ച് 5,000 10,000 വാങ്ങി നേടിയിരിക്കുന്നവർ ഇത് എൻ്റെ പൈസയാണ്. ഒന്നാമത് ടാക്സ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് നമ്മളെ പൈസയാണെന്ന് പറഞ്ഞ് കരുതിയിരിക്കും. അതിനകത്തുനിന്നും പിച്ച് ചീന്തി കൊടുക്കാൻ നാണമില്ലേ? ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ടോട്ടൽ ഏറ്റവും കൂടുതൽ കാശുള്ളത് നൂറയ്ക്കാണ്. 3,05,830 രൂപ. 50,000 രൂപ നെവിന് കൊടുത്തു. അടുത്ത് രണ്ടാമത് ഏറ്റവും കൂടുതൽ കാശ് ഇപ്പോൾ ഉള്ളത് നെവിൻ്റെ കയ്യിലാണ്. 1,45,500 രൂപയുണ്ട്. മൂന്നാമത് ഏറ്റവും കൂടുതൽ കാശുള്ളത് അനുവിൻ്റെ കയ്യിലാണ്. 1,36,340 രൂപയുണ്ട്. ഇതിൽ നിന്ന് 10,000 രൂപ ഇവന് കൊടുത്തു നെവിന്. അടുത്ത് നാലാമത് അക്ബറിനാണ് 66,510 രൂപ. അതിൽ നിന്ന് 40,000 രൂപ നെവിന് കൊടുത്തു. അഞ്ചാമത് ആദിലയാണ് 46,390 രൂപ. ആദിലെ അടുത്തുനിന്ന് മേടിച്ചില്ല നെവിൻ, കാരണം 150 കൊടുത്തുകൊണ്ട് ആദിലെ അടുത്തുനിന്ന് മേടിച്ചില്ല. ഓക്കെ,
അടുത്ത് ആറാമതായിട്ട് സാബുമാൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു 13,000 ഈ നെവിൻ കൊടുത്ത്, ഉണ്ടായിരുന്ന ഒരു 11,000 നെവിൻ ഒരു 15,000 കൂടെ കൊടുത്ത് 26,830 രൂപ സാബുമാൻ്റെ. അടുത്ത് അവസാനം നിൽക്കുന്നത് ഷാനവാസിന്റെ കയ്യിലാണ്. കാരണം ആകെ ഒരു 14,000 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 4,500 സംതിങ് എന്തോ കൊടുത്തിട്ട് 9,880 രൂപയാണ് ഷാനവാസിന്റെ കയ്യിലുള്ളത്. ഇതാണ് എനിക്കത് ഒട്ടുമേ എനിക്ക് ആ കൺസെപ്റ്റ് ദഹിച്ചില്ല. അവർ കളിച്ച് നേടിയ പൈസ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ച് വേറൊരാൾക്ക് കൊടുക്കുന്ന അത് തെണ്ടിത്തരമാണ്, ചെറ്റത്തരമാണ്. നമ്മൾ ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ എതിർക്കേണ്ട സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്തിരിക്കും. അങ്ങനെ പിടിച്ച് വാങ്ങി കൊടുത്ത് അവിടെ നെവിനെയും നിങ്ങൾ ആക്ഷേപിക്കുകയാണ്, ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനെ ആക്ഷേപിക്കുന്നത്. കാരണം നെവിൻ പിച്ചക്കാരനല്ല, ഇവരുടെ കയ്യിൽ നിന്ന് കാശ് പിടിച്ച് വാങ്ങിച്ച് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ. നിങ്ങളാണ് നെവിന് ശിക്ഷ കൊടുത്തത്, പണപ്പെട്ടി തൊടാൻ പറ്റില്ല എന്ന്. പ്രേക്ഷകർ പ്രതികരിച്ചു, എന്തിനാണ് ഇങ്ങനെ ശിക്ഷ കൊടുത്തത്? ഇത്രയും വലിയൊരു ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അയാളെ നോക്കുകുത്തിയെ പോലെ അവിടെ ഇരുത്തേണ്ട കാര്യമില്ലായിരുന്നു. ഇയാളെ നോക്കുകുത്തിയെ പോലെ അവിടെ ഇരുത്തിയെങ്കിലും അവിടെ ബാക്കിയുള്ളവർ എന്ത് ചെയ്തു? കളിച്ചാണ് നേടിയത്. അവർ കളിച്ച് നേടിയതാണ് ഈ കാശ് മുഴുവൻ. അപ്പോൾ നിങ്ങൾക്ക് നെവിന് തിരിച്ച് പണം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഇന്ന് നിങ്ങൾ കാറിൽ 1 ലക്ഷം വെച്ചില്ലേ, നിങ്ങൾ 2-3 അവിടെ വെക്ക്, നെവിൻ കുറച്ചെടുക്കുമായിരുന്നല്ലോ. അത്രയ്ക്ക് വിഷമമായിരുന്നെങ്കിൽ വിന്നിങ് എമൗണ്ടിൽ നിന്ന് അതൊന്നും കുറഞ്ഞോട്ടെ. ഇത് ബാക്കിയുള്ള കളിച്ചവരെ ഇന്ന് പിടിച്ച് വാങ്ങിച്ച് നിർബന്ധിച്ച് കൊടുക്കുന്ന പോലെ എനിക്കത് ഒട്ടും എനിക്കതിനോട് യോജിക്കാൻ പറ്റിയില്ല. അത് ഭയങ്കര ചീപ്പാണ്. എനിക്ക് ഫീൽ ചെയ്ത സാധനം. നിങ്ങൾ എന്താണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ദെൻ സൗഹൃദങ്ങൾ, ഒരു ഹാർട്ടൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അവരവർക്ക് ഇപ്പം നെവിന് കൊടുക്കുന്ന ഹാർട്ട് അക്ബറിന്, സാബുവിന് കൊടുക്കുന്നത് ഷാനവാസിന്, അനുമോൾക്ക് കൊടുക്കുന്നത് ആദിലയ്ക്ക്, അനീഷിന് കൊടുക്കുന്നത് ഷാനവാസിന്, നൂറയ്ക്ക് കൊടുക്കുന്നത് അനുമോൾക്ക്, അക്ബറിന് കൊടുക്കുന്ന നെവിന്, അനുവിന് കൊടുക്കുന്ന ആദിലയ്ക്ക്, ഷാനവാസിന് കൊടുക്കുന്ന അനീഷിന് എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഹാർട്ട് വിതരണം ചെയ്യുന്നുണ്ട്. അത് അവരുടെ സ്നേഹത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് മാത്രമുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അവരവരുടെ സ്നേഹപ്രകടനം നടത്തുന്നു. കാരണം അവസാനത്തെ വീക്കെൻഡാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞൊതുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാധനം നെവിൻ്റെ ഇന്നസെൻസ് ആണ്. കാരണം നെവിൻ ഇത്രയും നാൾ കാണിച്ചു കൂട്ടിയ കഴപ്പ് വേലകൾ മുഴുവൻ, കഴപ്പ് വേല മീൻസ് നിങ്ങൾ ഡബിൾ മീനിങ്ങിലല്ല, അതിന് 2 അർത്ഥമുണ്ട്. മീൻസ് എന്താ പറയുക, കഴപ്പിളവിയുടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന വേലകൾ മൊത്തവും നെവിൻ അവസാനം പോസിറ്റീവായിട്ട് നല്ല ലെവലിൽ മാറി. നെവിൻ്റെ ഉള്ളിലൊരു നിഷ്കളങ്കൻ ഉണ്ട് എന്നുള്ള സാധനം അക്ബർ വലിച്ച് വെളിയിലിടുന്നുണ്ട്. അതുപോലെ തന്നെ അക്ബറും അനുമോളും കൂടെ ആയിട്ട് സോർട്ട് ഔട്ട് ആവുന്നുണ്ട്. അനുമോളും ആദിലയും കൂടെ ആയിട്ട് സോർട്ട് ഔട്ടായി ഹാർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ സന്തോഷകരമായ കാര്യങ്ങൾ തന്നെയാണെന്ന് ലാലേട്ടൻ കൂടി എടുത്ത് പറയുന്നുണ്ട്. ദെൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീക്കെൻഡിലുള്ള ചാർട്ട് ടാസ്ക്. ഞാൻ ആ ടാസ്കിൽ ആരൊക്കെ എന്തൊക്കെ കൊടുത്തു എന്ന് പറയുന്നില്ല, കാരണം നിങ്ങൾ എപ്പിസോഡ് കണ്ടവരാണ്. അതിനകത്ത് 6 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഗെയിമർ, എന്റർടൈനർ, സഹാനുഭൂതി, വിശ്വസ്തത, സത്യസന്ധത, സ്വന്തം നിലപാടിലുള്ള സ്ഥിരത. സ്വന്തം നിലപാട് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിൽക്കുന്ന സ്ഥിരത. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഷാനവാസ് അനുമോളെ വലിച്ചു കീറി. അനുമോളുടെ ഗെയിം 100, എന്റർടൈൻമെന്റ് 20 ആണ്. സഹാനുഭൂതി, വിശ്വസ്തത, സത്യസന്ധത ഇതെല്ലാം 0യിലേക്ക് എടുത്തിട്ടു. വിശ്വസ്തത 10 ഉണ്ട്, നിലപാടും 10 ഉണ്ട്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ കാര്യത്തിൽ അത് ശരി തന്നെയാണ്, അനുമോൾ അവിടെ കാണിക്കുന്ന സാധനം. അതുപോലെ തന്നെ ഷാനവാസിൻ്റെത് സാബുമാനാണ് കിട്ടിയത്. സാബുമാൻ അതിനകത്ത് ഗെയിമർ 90, എന്റർടൈൻമെന്റ് 100, സഹാനുഭൂതി 80, വിശ്വസ്തത 60, സത്യസന്ധത 80, നിലപാട് 100. തെറ്റാണെങ്കിലും ആ നിലപാട് നിൽക്കും എന്നുള്ള സാധനം അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് നിന്നിരുന്നു. പിന്നെ ബാക്കി എടുത്തു പറയത്തക്ക ലെവലിലുള്ള ഒരു സ്പെഷ്യൽ സാധനം അതിനകത്ത് ഉണ്ടായില്ല. അനീഷിൻ്റെത് കിട്ടിയത് നെവിനാണ്. അത്യാവശ്യം ഗെയിമർ ആയിക്കോട്ടെ, എന്റർടൈനിങ്, സഹാനുഭൂതി, വിശ്വസ്തത, സത്യസന്ധത. സഹാനുഭൂതി, വിശ്വസ്തതയും സത്യസന്ധതയൊക്കെ 100 കിട്ടിയിട്ടുണ്ടായിരുന്നു അനീഷിന്. കാരണം അത് അനീഷ് അവിടെ കാണിക്കുന്ന സാധനം തന്നെയാണ്. ഇതിനകത്ത് 1-2 പേരെ ഒഴിച്ച്, അല്ല 1-2 പേരെന്നല്ല, പൂർണ്ണമായിട്ടും നമുക്ക് എല്ലാവരും പറഞ്ഞതിന് തെറ്റ് പറയാൻ പറ്റില്ല. ചിലർ പറഞ്ഞ 1-2 ഓപ്ഷൻസ് നമുക്ക് പ്രേക്ഷകർക്ക് കണക്ട് ആവില്ല, ബിക്കോസ് അതല്ല പബ്ലിക് ഒപ്പീനിയൻ, നമ്മുടെ ഒപ്പീനിയൻ അതല്ല. പക്ഷേ ഓവറോൾ അവർ പറയുന്ന, അവർ ജഡ്ജ് ചെയ്യുന്ന ലെവൽ ഏതാണ്ട് ശരി തന്നെയാണ്. സാബുമാൻ്റെ കേസാണ് ഞാൻ അവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സാബുമാൻ്റെ പേര് കിട്ടിയിട്ടുണ്ടായിരുന്ന നൂറയ്ക്കായിരുന്നു. അവിടെ നൂറ ഈ പറയുന്നത് പോലെ എന്താണ്, ഗെയിം സാബുമാന് 40, എന്റർടൈൻമെന്റ് 90, സഹാനുഭൂതി 100, വിശ്വസ്തത 100, സത്യസന്ധത 100. ശരിയാണ്, സഹാനുഭൂതി, വിശ്വസ്തത, സത്യസന്ധത എല്ലാം ഈ പറയുന്ന സാബുമാനിക്കുണ്ട്. ഗെയിമർ, എന്റർടൈൻമെന്റ്, നിലപാട് ഇതെല്ലാം 0 എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വലിച്ചിടാൻ താല്പര്യമില്ല. എങ്കിൽ ഞാൻ എപ്പിസോഡിന്റെ കഥ പറയുന്നത് പോലെ ആയിപ്പോവും. ദെൻ ലാലേട്ടൻ്റെ നമ്മുടെ എവിക്ഷനാണ്. അക്ബറിനെ സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അക്ബറിന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ ഔട്ട് ആകുമോ എന്നുള്ള കാര്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അത് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കുരുതി കേസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് നിങ്ങളുടെ പറഞ്ഞ കാര്യമാണ്. അക്ബറിന്റെ കൂടെ നിൽക്കുന്ന 7 പേരുണ്ടായത്, അതിൽ 6 പേരും ഔട്ടായി, നെവിൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യം.
ബാക്കി വരുന്ന ടാസ്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാബുമാന്റെ എവിക്ഷൻ, സ്റ്റേജിൽ വരുന്നു, ചിരി മാത്രം തന്നെയാണ് സാബുമാന്റെ ഹൈലൈറ്റ്. ആ ജേർണിയിൽ നിന്നവരോട് സാബുമാൻ താങ്ക് യു പറയുന്നുണ്ട്. അവിടെ വേറൊന്നും ലാലേട്ടൻ പൊക്കി അടിക്കുന്നോ കാര്യം പറയുന്നോ ഒന്നും തന്നെ ഇല്ല. കാരണം സാബുമാന്റെ ആ ജേർണി വീഡിയോ ഉൾപ്പെടെ ചിരി തന്നെയാണ്, വേറെ എതുവും ഇല്ല. ചിരി 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 ചിരി. ഇനി സാബുമാനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സാബുമാൻ ഒരു റിയാലിറ്റിയിൽ നിൽക്കുന്ന ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള എന്തും ഭയങ്കരമായിട്ട് നമ്മൾ ഒരാളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാവുമോ എന്ന് കരുതി ചിന്തിച്ച് മറുപടി പറയുന്ന ഒരാളാണ് സാബുമാൻ. അത് ഭയങ്കര ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഇപ്പോഴത്തെ കാലത്ത് ഒട്ടുമേ ഇല്ലാത്ത ഒരു ഗുഡ് ക്വാളിറ്റിയാണത്. അത് സാബുമാനിക്കുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും എൻ്റെ നിലപാടിൽ നിന്ന് മാറ്റം പറയുന്നില്ല. സാബുമാൻ ഒരിക്കലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. ബിഗ് ബോസിന്റെ ഒരു കണ്ടസ്റ്റന്റ് കൂടി ആകാനുള്ള യാതൊരു രീതിയിലുള്ള ഒരു യോഗ്യതയും സാബുമാൻ ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. സാബുമാനെ പലപ്പോഴായിട്ട് നമ്മൾ വിമർശിച്ചപ്പോൾ നിങ്ങൾ പലരും ചോദിച്ചതാണ് പേഴ്സണലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ. നമുക്ക് യാതൊരു രീതിയിലുള്ള വ്യക്തിവൈരാഗ്യവും സാബുമാൻ്റെ അടുത്തില്ല. സാബുമാൻ്റെ അടുത്ത് നല്ല ആരടുത്തും ഇല്ല. ഗെയിമിൽ അദ്ദേഹം കാണിക്കുന്ന ആശയങ്ങളോട് ഇപ്പോഴും കാണിച്ചിട്ടുള്ള ആശയങ്ങളോട് ഇപ്പോഴും എതിർപ്പ് തന്നെയാണ്. എന്തായാലും ഓൾ ദ ബെസ്റ്റ് സാബുമാൻ. നിങ്ങൾ വിചാരിച്ച പോലെ ഒരു ഫെയിം ഉണ്ടാക്കി എടുത്തു. ഓക്കെ, നമ്മുടെ ഒരു ഗുഡ് കണ്ടസ്റ്റന്റിന്റെ അവസരം പോയി എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന ചില പർട്ടിക്കുലർ പോയിന്റിലുള്ള ഒരു കണ്ടന്റ് അത് വളരെ നല്ലൊരു കണ്ടന്റ് ആണ്. പക്ഷേ നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും നിങ്ങൾ എന്നേ അവിടെ നിന്ന് എവിക്റ്റ് ആകാനുള്ള, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എന്നേ അവിടെ നിന്ന് എവിക്റ്റ് ആകാനുള്ള ആളായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ നിങ്ങൾക്ക് 42 ഡേയ്സ് നിൽക്കാനുണ്ട്. 28ൽ നിങ്ങൾ കയറി 42 വരെ അവിടെ നിൽക്കാനുള്ള ഒരു ഡിസർവിങ് ആയിട്ടുള്ള ഒരാൾ മാത്രമായിരുന്നു നിങ്ങൾ. നിങ്ങൾ 91 വരെ എത്തിയെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ അതെന്താണെന്നുള്ളത്. ഓഡിയൻസ് വോട്ട് ചെയ്തതായിരിക്കാം. ഓഡിയൻസ് ജെനുവിനിറ്റി കാണാനല്ല ബിഗ് ബോസ് കാണുന്ന. ബിഗ് ബോസ് ഈസ് നോട്ട് ഓൺലി എ റിയാലിറ്റി ഷോ ബട്ട് ഓൾസോ എ ഗെയിം റിയാലിറ്റി ഷോ ആണ്, ഒരു സർവൈവൽ ഷോ ആണ്. സോ അതിനകത്ത് നമ്മൾ സർവൈവ് ചെയ്യണം, ഗെയിം കളിക്കണം. ആ സംഭവം നിങ്ങൾ അവിടെ ചെയ്തിട്ടില്ല. സോ ഒരു പരാജയമായിട്ട് തന്നെയാണ് എനിക്ക് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയ്ക്ക് സാബുമാനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ റാദർ ദാൻ പരാജയം, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് 100%, 101% ജീവിതത്തിൽ ജയിക്കാൻ പോകുന്ന ഒരു വ്യക്തി ആയിരിക്കും സാബുമാൻ. ദെൻ ലാലേട്ടൻ ബബായി പറഞ്ഞ് പോകുന്നുണ്ട്. ഫിനാലെ ഡേയിൽ വരാം, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പകുതി വഴിയിൽ ആരെങ്കിലും പിരിഞ്ഞു പോകുമെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. മിഡ് വീക്ക് ഉണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. എത്ര പേര് ഔട്ടാകുന്നു, എത്ര പേര് ഇന്നാകുന്നു എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ 2 പേര് ഔട്ടാക്കുമായിരിക്കാം, ചിലപ്പോൾ ഒരാളെ ഔട്ടാക്കി ആദില നൂറയും കൂടെ ഒരുമിപ്പിക്കുമായിരിക്കാം എന്നെൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ ബബായി പറഞ്ഞ് പോയതിനു ശേഷം നൂറ സംസാരിക്കുന്നുണ്ട്. ഫിനാലെ വീക്കിലെത്താൻ വേണ്ടിയിട്ടാണോ ഞാൻ അത്രയും കഠിനമായിട്ട് ആ ടാസ്കുകളിലെല്ലാം തന്നെ പങ്കെടുത്തത്? നൂറ വിചാരിച്ചിരുന്നത് ഡയറക്റ്റ് ടോപ്പ് 5 എന്നായിരുന്നു. അപ്പോൾ ആ സാധനം നൂറയ്ക്ക് നല്ല ഹേർട്ടായിട്ടുണ്ട്. കാരണം ഇന്ന് മുതൽ നൂറ നോമിനേഷനിൽ ഉണ്ട് എന്നുള്ള സംഭവമാണ് നൂറ മനസ്സിലാക്കുന്നത്. അപ്പോൾ നൂറയ്ക്ക് അത് ഭയങ്കര ഹേർട്ടായി. ഇതാണോ ടിക്കറ്റ് ഫിനാലെ? അപ്പോൾ ഇതിനെന്ത് വാല്യൂ ആണുള്ളത്? ഈ 10 ടാസ്ക് കളിച്ചത് ഒരാഴ്ച സേവ് ആവാനാണോ എന്ന് ഞാൻ എപ്പോഴും എൻ്റെ വ്യൂവേഴ്സായ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. ഈ ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ഈ സംഭവം സാധാരണ ഒരു വീക്കിലി ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമുക്ക് നോമിനേഷൻ ഫ്രീ കിട്ടുന്ന പോലെ ഒരു ജസ്റ്റ് ഉള്ള ഒരു സാധനം മാത്രമാണ് ടിക്കറ്റ് ഫിനാലെ. 10 ടാസ്ക് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരാഴ്ച നമ്മൾ സേവ് ആവുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഫിനാലയ്ക്ക് തൊട്ട് മുമ്പുള്ള വീക്ക് ആയതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ നെയിം ടിക്കറ്റ് ഫിനാലെ, അത്ര മാത്രമേ ഉള്ളൂ. അതുക്കപ്പുറം എതുവും ഇല്ല, ഒന്നുമേ ഇല്ല. ഓക്കെ, അത് അവിടുത്തെ കണ്ടസ്റ്റന്റ് അതിനെ ഇമോഷണലി അത് എടുത്തു വെക്കുന്നുണ്ട് നൂറ. അനീഷിനെ അനുമോളുടെ ടോപ്പിക്ക് വെളിയിൽ നെഗറ്റീവായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള ലെവലിൽ അനുമോൾക്ക് ഡൗട്ട് ഉണ്ട്. അത് ഫണ്ണാക്കി എടുക്കാൻ ആദില പറയുന്നുണ്ട്. ഇത്ര തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്തുള്ള പ്രധാനപ്പെട്ട കണ്ടന്റുകൾ. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. അടുത്ത റിവ്യൂ ആയിട്ട് ഞാൻ വരാം, അടുത്ത പ്രൊമോയുടെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.